നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ ബി.ജെ.പിയുടെ പല സ്ഥാനാർത്ഥികളും ജയിക്കാൻ സാധ്യതയുള്ളതായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലേക്കാളൊക്കെ ഉപരി ജയിക്കും എന്നൊരു ട്രെൻഡ് തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നു. ചില സ്ഥലങ്ങളിൽ ആരാണ് ജയിക്കുക എന്ന് പറയാൻ പോലും കഴിയാത്ത വിധം ചിത്രം അവ്യക്തമാണ്. അത്തരം ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഇപ്പോൾ CPM-ഉം കോൺഗ്രസുമൊക്കെ. അത്തരത്തിൽ ആക്രമണം നേരിടുന്ന ചില സ്ഥാനാർത്ഥികളാണ് ഒന്ന് തിരുവനന്തപുരത്തുള്ള രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തുവിവരങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കും മുമ്പ് തന്നെ സുരേഷ് ഗോപി ഏതാണ്ട് BJP-യിലേക്ക് വന്നത് മുതൽ നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. തൊട്ടു പിന്നാലെ ഇപ്പോൾ അനിൽ ആന്റണിയും കോർണർ ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. കേരളത്തിലെ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ കൂടുതൽ ലീഡ് ചെയ്യാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായിട്ടുള്ളത്, എവിടെയാണ് വിജയം ഉറപ്പിക്കാൻ സാധ്യതയുള്ളത് എന്ന് തോന്നുന്ന മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളെ കടന്നാക്രമിക്കുകയാണ്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറെ ചുറ്റിപ്പറ്റി മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് സ്വത്തുവിവരം സംബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന്റെ ഇൻകം ടാക്സ് അടച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ നൽകിയ സത്യവാങ്മൂലം അടക്കം കള്ളമാണെന്നും അത് ചവറ്റുകൊട്ടയിൽ എറിയാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വാർത്തകളൊക്കെ പല കോണുകളിൽ നിന്നും വന്നിരുന്നു. എന്നാൽ സൂക്ഷ്മപരിശോധനാ സമയത്തൊന്നും പ്രശ്നമല്ല എന്ന് തെളിയുകയും പിന്നീട് സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിന് അവിടെ സ്വത്തുണ്ട്, ഇവിടെ സ്വത്തുണ്ട്, വീടുണ്ട്, സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. താൻ പറഞ്ഞ ഒരു കാര്യങ്ങളും തെറ്റല്ല, അത് തെറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങൾ കോടതിയിലേക്ക് പൊക്കൊള്ളുവെന്ന്. ഇപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയും വരുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് ഒരു തിരിച്ചടിയുമില്ല. അദ്ദേഹം കഴിഞ്ഞ 18 വർഷത്തിലേറെയായി പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സത്യവാങ്മൂലം നൽകാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും പ്രൊഫഷണലായ ഒരു ടീം തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു ടിപ്പോഗ്രഫിക് എറർ പോലും വരാനുള്ള സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഇപ്പോൾ സുപ്രീം കോടതിയിൽ വളരെ വ്യക്തവും കൃത്യമായ ഒരു വിധി കൂടി കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. ആ വിധിയിൽ പറയുന്നത് ഇപ്രകാരമാണ്: സത്യവാങ്മൂലത്തിൽ സ്ഥാനാർത്ഥിയുടെയും ബന്ധുക്കളുടെയും ജംഗമ വസ്തുക്കളെല്ലാം വെളിപ്പെടുത്തേണ്ടതില്ല എന്നാണ്. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലത്തിൽ സ്ഥാനാർത്ഥിയുടെയും ബന്ധുക്കളുടെയും ജംഗമ വസ്തുക്കളെല്ലാം വെളിപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. അരുണാചൽ പ്രദേശിലെ സ്വതന്ത്ര MLA കരിഘോക്രിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധി റദ്ദ് ചെയ്താണ് സുപ്രീം കോടതിയുടെ വിധി. ഓരോ കേസിലും ഓരോ സാഹചര്യമായിരിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. വോട്ടെടുപ്പിനെ ബാധിക്കാത്ത സ്വകാര്യ ജംഗമ വസ്തുക്കളെല്ലാം വെളിപ്പെടുത്തേണ്ടെന്നും എന്നാൽ ജീവിത സാഹചര്യം അറിയാൻ ഉയർന്ന മൂല്യമുള്ള സ്വകാര്യ വസ്തുക്കൾ സ്ഥാനാർത്ഥികൾ വെളിപ്പെടുത്തണമെന്നുമാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. സ്ഥാനാർത്ഥിയുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആഴത്തിൽ അറിയുക എന്നത് വോട്ടർമാരുടെ അവകാശമല്ലെന്നും ജസ്റ്റിസുമാരായ അനിരുദ്ധ ബോസ്, PV സഞ്ജയ് കുമാർ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. ഭാര്യയുടെയും മക്കളുടെയും പേരിലുള്ള 3 കാറുകൾ സത്യവാങ്മൂലത്തിൽ കാണിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കാരിഖോയ്ക്കെതിരെയുള്ള നടപടി. ഈ വിധിയോടെ അരുണാചൽ പ്രദേശിലെ തേസു നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള സ്വതന്ത്ര MLA കരിഖോക്രിയുടെ 2019 തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. ഏതായാലും നമുക്കറിയാം, ഈ രാജീവ് ചന്ദ്രശേഖറെ കടന്നാക്രമിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യ ഒരു വലിയ ബിസിനസ് ഫാമിലിയിൽ നിന്ന് തന്നെയുള്ള ആളാണ്. അവരുടെ ചില സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടും അവരുടെ വസ്തുക്കളുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ് ആ പൈസ എവിടെ പോയി. അതായത് രാജീവ് ചന്ദ്രശേഖർ എന്തൊക്കെ ചെയ്തു, രാജീവ് ചന്ദ്രശേഖർ ഏത് തുകയ്ക്കാണ് BPL വിറ്റത്, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ഓഹരി സ്വന്തമാക്കി, ഇതൊക്കെ അറിയേണ്ട കാര്യം, അല്ലെങ്കിൽ അതൊക്കെ പറയണം എന്ന് ശാഠ്യം പിടിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. അതെന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം പറയുന്നത്? നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് ക്യാമറ തിരിച്ചു വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ മാസവരുമാനം എന്താണ്, നിങ്ങൾക്ക് എവിടെയൊക്കെ ആസ്തി ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങളത് വെളിപ്പെടുത്താൻ ബാധ്യസ്ഥരാണോ? പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യത്തിൽ ഒട്ടുമില്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ പൊതുപ്രവർത്തന രംഗത്ത് നിന്നും വന്ന് രാജീവ് ചന്ദ്രശേഖർ ഒരു ബിസിനസ്സുകാരനും അടിസ്ഥാനപരമായി സാമ്പത്തികം ഉള്ളിടത്തു നിന്നും വന്ന ഒരാളാണ്. അദ്ദേഹത്തിനൊരു ബേസ്, അതായത് ഒരു തറക്കല്ല് അദ്ദേഹം ഇട്ടുവെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അല്ലാതെ ഒരു ദിവസം രാവിലെ രാഷ്ട്രീയത്തിലേക്ക് വരികയും പിന്നീട് ശതകോടീശ്വരന്മാരുടെ ഇടയിലേക്ക് കയറിപ്പറ്റുകയും ചെയ്ത ആളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വത്തുവിവരങ്ങൾ, അദ്ദേഹത്തിന്റെ കൃത്യമായ സ്വത്തുവിവരങ്ങൾ അറിയണമെന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നുവെന്നും അദ്ദേഹം കോടീശ്വരനാണെന്നും മുതലാളിയാണെന്നും ഒക്കെ ആക്ഷേപിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. അദ്ദേഹം നേരത്തെ തന്നെ പൊതുപ്രവർത്തന രംഗത്തേക്ക് അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ ധനാഢ്യനും ഒപ്പം അദ്ദേഹത്തിന് ചില ബിസിനസ് മറ്റും ഉള്ളതും ജോലി ചെയ്തപ്പോൾ പോലും നല്ല രീതിയിൽ സമ്പാദിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. പിന്നെ എന്തിനാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തു നിന്ന് ഉണ്ടാക്കിയതേ അല്ല ഈ പണമൊന്നും, അത് വ്യക്തമായ കാര്യമാണ്. പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ ഏതോ ഒരു കോടീശ്വരനായി പോയത്, എന്തോ ക്രിമിനൽ കുറ്റം
എന്ന പോലെ ആരോപിക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പേടിക്കാനില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു ചുക്കും രാജീവ് ചന്ദ്രശേഖർ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.